ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം ഇന്ന് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇരുവരും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരിക്കുന്നത്. നെതന്യാഹുവിന്റെ വാക്കുകൾ കേട്ടാണ് ട്രംപ് എടുത്തുചാടി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അവസാനം ട്രംപിന് എടുത്തു പറയാനുണ്ടായിരുന്നത് വെറും നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം. എന്തായാലും മാഗി ഹാബർമാനും ജോർദാനും ചേർന്നെഴുതിയ റീജം ചേഞ്ച് ഇൻസൈഡ് ദി ഇംപീരിയൽ പ്രസിഡന്റ് ഓഫ് ദി ഡൊണാൾഡ് ട്രംപ് എന്ന പുസ്തകത്തിലെ ഈ പുസ്തകത്തിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ നടന്ന ഒരു ഫോൺ സംഭാഷണത്തിനിടെയായിരുന്നു എന്ത് ചെയ്തത്, ട്രംപ് നെതന്യാഹുവിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചതായാണ് പുസ്തകം വ്യക്തമാക്കുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക കൊണ്ടുവന്ന 20 പോയിന്റ് സമാധാന ചട്ടക്കൂട് നെതന്യാഹു പാടെ അവഗണിച്ചതാണ് ട്രംപിനെ സ്വാഭാവികമായും ഒരു പ്രകോപനം ഉണ്ടാക്കിയത്. ഫോൺ സംഭാഷണത്തിൽ എല്ലാവർക്കും നിന്നെ മടുത്തിരിക്കുന്നു ബീബി, എല്ലാ ജൂതന്മാർക്കും നിന്നെ മടുത്തു എന്നാണ് ട്രംപ് തുറന്നടിച്ചത്. ഇത്രയും കാലം താൻ നെതന്യാഹുവിനൊപ്പം ഉറച്ചു നിന്നു എങ്കിലും അദ്ദേഹം തന്നെ വഞ്ചിച്ചു എന്നാണ് ട്രംപ് സ്വകാര്യമായി അഭിപ്രായപ്പെട്ടത്. ഇക്കാര്യം പുസ്തകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ നിഘണ്ടുവിലെ ഏറ്റവും വലിയ അപമാനമായ വഞ്ചകൻ എന്ന വാക്കാണ് നെതന്യാഹുവിനെ വിശേഷിപ്പിക്കാൻ ആര് കടമെടുത്തു? നമ്മുടെ ട്രംപ് കടമെടുത്തത്. ട്രംപിന്റെ മരുമകൻ ജാർഗെ കുഷ്ണറും മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഈ ഫോൺ കോളിൽ ഉണ്ടായിരുന്നു. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ നെതന്യാഹുവിനോട് ട്രംപ് അത്യധികം സമ്മർദ്ദം ചെലുത്തുകയും ഇതിനൊപ്പം പോകൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധം ദീർഘിപ്പിക്കുന്ന നെതന്യാഹുവിന്റെ നടപടികൾ ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ.